Hi, hello guys. Welcome back to my YouTube channel Dog from Universe. Hope you guys all are going very good. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നൊരു പുതിയ റീഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ വീഡിയോയിൽ നമ്പർ ആണെന്നതാണ്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ ഒരു പുതിയ വർഷം തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ സൈക്കിൾ ചേഞ്ച് ചെയ്തൊരു പുതിയ കാര്യത്തിലേക്ക് വരുന്നുണ്ട്. വിധിപ്രകാരമായിക്കോട്ടെ, നിങ്ങൾ പഠിച്ച പാഠങ്ങളിൽ നിന്നായിക്കോട്ടെ, ഒരുപാട് മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങളുടെ തുടക്കം വരുന്നുണ്ട്. സോ ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചു പോയ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചു വന്നത് എന്ന് പറയുന്നത് വളരെയധികം വേദനയേറിയ ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, വളരെയധികം നിങ്ങൾ അതിൽ പ്രശംസിക്കുക തന്നെയാണ് ചെയ്യാനുള്ളത്. കാരണം ഇത്രയും വലിയൊരു സ്റ്റേജ് വളരെയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ കാര്യങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ പലരും ആൾക്കാരും ഈ പറഞ്ഞ സൂയിസൈഡിന് എൻഡ് വരെ എത്തിയിട്ട് എങ്ങനെ തിരിച്ചു നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു എന്ന് തന്നെ അറിയാത്ത ഒരു, എങ്ങനെ തിരിച്ചു വന്നു എന്ന് അറിയാത്തൊരു വല്ലാത്തൊരു തരം സിറ്റുവേഷനിലാണ് കുറേ ആൾക്കാർ ഇവിടെ നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഏത് വഴി വേണേലും ആവാം. ഒരു സോഷ്യൽ മീഡിയ ആവാം, നിങ്ങൾ ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് പരിചയപ്പെടുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആക്സിഡൻ്റലി നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ സംതിങ് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നത് നിങ്ങൾ അവിചാരിതമായിട്ട് കണ്ടുമുട്ടുന്നതോ വാട്ടെവർ, ഒരു പേഴ്സൻ്റെ എൻട്രി ഞാനിവിടെ വളരെ താമസിക്കാതെ കാണുന്നുണ്ട്. ആ ഒരു പേഴ്സണിലൂടെയാണ് നിങ്ങളുടെ ലൈഫ് തന്നെ ടോട്ടലി മാറി മറിയാൻ പോകുന്നത്. നിങ്ങൾ പോലും ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല എൻ്റെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആ ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിലേക്ക് നിങ്ങൾ വളരെ താമസിക്കാതെ ഒരുപാട് വ്യക്തികൾ കയറുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ വിധിപ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഒരു ജീവിതത്തിലേക്ക് പോവുകയാണ്. അത് വളരെ താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് എത്തുന്നുണ്ട്. അവിടെ ഒരുപാട് സന്തോഷം കാണുന്നുണ്ട്. നിങ്ങളെ നിങ്ങൾക്ക് കാർഡ്സ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമായിരിക്കും, ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് എല്ലാം കിട്ടിയിരിക്കുന്നത്. വളരെയധികം സന്തോഷം, അവിടെ ഒരു സ്നേഹം, നിങ്ങളുടെ ചുറ്റുപാടുള്ള ഒരുപാട് ആൾക്കാർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സ് എല്ലാം നിങ്ങൾ വളരെയധികം നന്നായിട്ട് ഉൾക്കൊള്ളുക. മേ ബി ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ആക്സിഡൻ്റിൽ ഒരാളെ പരിചയപ്പെടുമ്പോൾ ആ ഒരു ഡെസ്റ്റിനി മേ ബി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ താല്പര്യമില്ലായിരിക്കും, അല്ലെങ്കിൽ എനിക്കിതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ബാക്ക് അടിക്കുമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങേണ്ടി വരും. അതിലേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നിലച്ച് പോയിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ ആഗ്രഹങ്ങൾ നേടാനായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ ഒരു കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസ് ഞാൻ കാണുന്നുണ്ട്. ഭയങ്കര അടിപൊളി റീഡിംഗ് ആണ്. അതിന് പക്ഷേ ആദ്യം വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ വളരെയധികം ബാലൻസ് ആകുക എന്നുള്ളത്. നിങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു കാര്യത്തിനും ധൃതിയായിട്ട് എടുത്തു പിടിച്ചൊരു തീരുമാനം എടുക്കാണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കാര്യത്തിലേക്ക് ഓടിപ്പോകാൻ ചെല്ലി അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നഷ്ടങ്ങൾക്ക് മേൽ നഷ്ടമാണ് ഉണ്ടാകുന്നത്. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ക്ലിയർ ആണല്ലോ? ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് നിലവിലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അത് കഴിയുമ്പോൾ വളരെയധികം ക്ഷമയോടെ പോകുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് നിലവിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സിനെ പറ്റി ഓർത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു കാര്യം ഒരു പേഴ്സൻ്റെ എൻട്രി തന്നെയാണ്. അത് ഞാൻ പറഞ്ഞില്ല, എങ്ങനെ വേണമല്ലോ ആ ഒരു എൻട്രി. ആ ഒരു എൻട്രി കിട്ടുന്ന സമയത്ത് മേ ബി നിങ്ങൾ ഓക്കെ ആയിരിക്കില്ല, പക്ഷേ ആ ഒരു പേഴ്സണിനടുത്ത് നിങ്ങൾ ഒരു കാലത്ത് ഗ്രാറ്റിറ്റ്യൂഡ് വളരെയധികം അറിയിക്കുന്ന ഒരു കാലം വരുന്നുണ്ട്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെയൊന്നും മാറി മറിച്ച ഒരു പേഴ്സണിനോട് നിങ്ങൾക്ക് തുടക്കത്തിലൊന്നും തോന്നില്ലെങ്കിൽ പോലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, സ്നേഹം ആയിക്കോട്ടെ, നിങ്ങൾക്ക് റെസ്പെക്റ്റ് ആയിക്കോട്ടെ, സംതിങ് എന്ത് തന്നെയാണെങ്കിലും അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് വളരെയധികം ആൾക്കാർ പോകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഒരു വിഷമത്തിൽ നിൽക്കുകയാണ്, വളരെയധികം നഷ്ടവേദന എല്ലാം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ടോട്ടലി ലോസ്റ്റ് ആയിട്ടാണ് ലൈഫിൽ നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ നെക്സ്റ്റ് ഒരു സ്റ്റേജിലേക്ക് പോയേ പറ്റത്തുള്ളൂ. ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്കായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, എല്ലാവർക്കും അറിയുന്നുള്ളൊരു കാര്യമാണല്ലേ. ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ടെമ്പററി അല്ല, പെർമനൻ്റ് അല്ല. അത് ഹാപ്പിനെസ് ആയിക്കോട്ടെ, സാഡ്നെസ് ആയിക്കോട്ടെ, കുറച്ച് കഴിയുമ്പോൾ എല്ലാം മാറേണ്ടി വരും, മാറി മറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു ജീവിതത്തിനൊരു പൂർണ്ണത ലഭിക്കത്തുള്ളൂ. ഒരു മനുഷ്യന്മാർക്കും
ഞാൻ എടുത്തു പറയാണ്, ജീവിതകാലം മുഴുവനും ദൈവം സങ്കടങ്ങൾ കൊടുക്കുന്നില്ല. യൂണിവേഴ്സ് ആണെങ്കിൽ ശരി, എൻ്റെ ജീവിതകാലം മുഴുവനും അങ്ങനെ സങ്കടം കൊടുക്കുന്നില്ല. അങ്ങനെ സങ്കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഏജ് ആവുന്ന സമയത്ത് അതിനുള്ള പ്രതിവിധി യൂണിവേഴ്സ് ചെയ്തിരിക്കും. പക്ഷെ ആ ഒരു പ്രതിവിധി നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നതാണ് നിങ്ങളുടെ സൈഡിൽ നിന്നുണ്ടാവുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. യൂണിവേഴ്സ് ഒരു ഗിഫ്റ്റ് ഇട്ട് തരുന്ന സമയത്ത് നിങ്ങളത് നെഗ്ലക്ട് ചെയ്യും. അല്ലെങ്കിൽ ലെസൺസ് തരുന്ന സമയത്ത് അത് നിങ്ങൾ പഠിക്കാതെ പിന്നെ കുഴിയാണെന്ന് അറിഞ്ഞിട്ട് ചെന്ന് ചാടുന്നവരുണ്ട്. അല്ലാതെ കുഴിയാണെന്ന് അറിയാതെ ചെന്ന് ചാടുന്നവരുണ്ട്. എന്നിട്ടും അതിൽ നിന്ന് പഠിക്കാത്ത ആൾക്കാരുണ്ട്. ഓഫ് കോഴ്സ് എല്ലാ മനുഷ്യരെയും എല്ലാ കാലവും ദൈവം ഇങ്ങനെ വഴിക്കത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയി. ഈ വിധി എന്ന് പറയുന്ന ഒരു കാര്യം മനുഷ്യന്മാരുണ്ടാക്കുന്നത് തന്നെയാണ്. നമ്മളുടെ ഒരു ലൈഫിലെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വേ തെറ്റായിട്ട് വരുമ്പോഴാണ് നമുക്കത് വളരെയധികം ബാഡായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണോ നിലവിൽ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ ബാലൻസ് ചെയ്തിട്ട് വളരെ ക്ഷമയോടെ എന്താണോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു പ്രോസസ്സ്, ഓക്കെ, അതിനെ വിശ്വസിക്കുക. പ്രപഞ്ചമായിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു നല്ല കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കാൻ നോക്കുക. അതൊരു വ്യക്തിയായിട്ട്, ഞാനിപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പിനെക്കാളും കൂടുതൽ കാണുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. അവർ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കാശായിക്കോട്ടെ, കാശുപരമായിട്ടുള്ള ഒരുപാട് കാര്യം, സ്നേഹം ആയിക്കോട്ടെ, ചുറ്റും നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തലം, നിങ്ങളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നത്, അവർ കൊണ്ടുപോകുന്ന ഒരു തലം ഭയങ്കര ഒരു ലെവലാണ് ഞാനിവിടെ കാണുന്നത്. സോ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ ആയിട്ട് ഇപ്പം നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ സ്റ്റക്നെസ് ഉണ്ടെങ്കിൽ അത് മാറിയേ പറ്റത്തുള്ളൂ. അത് മാറാത്ത ആൾക്കാർക്ക് താമസിക്കാതെ മാറുകയും, ചില ആൾക്കാർ മെൻ്റലി നിങ്ങൾ തന്നെ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, ഒരാവശ്യമില്ലാത്ത കാര്യത്തിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ലൈഫിലൊരു ഹാപ്പിനെസ് ഒന്നും കിട്ടത്തില്ല. സ്ട്രഗിളിന് മേൽ സ്ട്രഗിളായിരിക്കും, നഷ്ടത്തിന് മേൽ നഷ്ടം. ആ നഷ്ടം എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രഗിള്, നെഗറ്റിവിറ്റി എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങളായിട്ട് നിൽക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കും. ഒരു വീടാണെങ്കിൽ വീട്ടിൽ തന്നെ ഫുൾ ആൾക്കാർക്കിടയിലാണെങ്കിൽ നെഗറ്റീവ് ബാധിക്കും. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഒരിക്കലും അങ്ങനെ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങളാണിപ്പോൾ ഒരു വീട്ടിൻ്റെ ഒരു തണല് അല്ലെങ്കിൽ സെൻറ്റർ എന്നുണ്ടെങ്കിൽ, നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി നെഗറ്റീവായി കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള എല്ലാവരെയും ആ വീടിനെ തന്നെ ഭയങ്കര മോശമായിട്ട് ബാധിക്കും. ചിലവർക്ക് വീട്ടിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലാണെങ്കിൽ പോലും വളരെയധികം എന്തോ പറയുന്ന ഒരു ഇരുട്ടടഞ്ഞ ഒരു ജീവിതം, അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ഇരുട്ടടഞ്ഞതുപോലെ, വീട്ടിലേക്ക് വരുമ്പോൾ ഒരു മൂകത പോലെ. ബിക്കോസ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ എപ്പോഴും ഒരു വെളിച്ചം കയറുന്നത് പോലെ വീട് സെറ്റാക്കി ഇടുക. അതായത് എപ്പോഴും ഡോർ ക്ലോസ് ചെയ്തിടുക, ഡോറൊക്കെ ഒന്ന് തുറന്നിടുക, വെളിച്ചം കയറാനുള്ള. അല്ല എപ്പോഴും വീട് അടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അതൊരു നെഗറ്റിവിറ്റി ഇമ്പാക്റ്റ് ആക്കുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടേണ്ട ബ്ലെസ്സിങ്സ് എന്തായാലും ഉറപ്പായിട്ട് ഏഞ്ചൽസ് നിങ്ങൾ തന്നിരിക്കും. അത് തരാൻ പോകുന്നതുമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൺഫർമേഷൻ നിങ്ങളോട് പറഞ്ഞത്. ആ ഒരു വ്യക്തിയുടെ വരവിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, എൻ്റെ ലൈഫിലേക്ക് നല്ലത് മാത്രം വരണം, നല്ലത് മാത്രം അട്രാക്റ്റ് ചെയ്യണം, മോശമായിട്ടൊന്നും വരരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കാതെയായിട്ട്, ആഗ്രഹിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ചെങ്കിലും നെഗറ്റീവായിട്ട്, ഇല്ലെങ്കിൽ എൻ്റെ ലൈഫിലൊന്നും വരാൻ പോകുന്നില്ല, എന്നിട്ട് പിറ്റേ ദിവസം നല്ലതായിട്ട് ആഗ്രഹിക്കും. അങ്ങനെ നിങ്ങളൊരു ഓൾട്ടർനേറ്റീവ്ലി നല്ലത് ചീത്ത ആഗ്രഹിച്ചുകൊണ്ടുവന്നതിന് യൂണിവേഴ്സിന് കൺഫ്യൂഷനായി പോയി, ഇവർക്ക് ഇതിൽ ഏതാ വേണ്ടതെന്ന്. സോ ആഗ്രഹിക്കുന്ന സമയത്ത് നല്ല കാര്യം മാത്രം ആഗ്രഹിക്കുക, നല്ലത് മാത്രം അട്രാക്റ്റ് ചെയ്യുക. ഓക്കെ, അവിടെയാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു സ്റ്റേജിലേക്കുള്ള നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് വളരെയധികം നല്ല റീഡിംഗ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നി. പക്ഷേ അല്ല, നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ഒരു ചിന്താഗതി, നിങ്ങൾ എടുക്കുന്ന തീരുമാനം, നിങ്ങൾക്ക് വരുന്നതൊക്കെ നിങ്ങൾ ഏത് രീതിയിലാണ് എടുക്കുന്നത്, നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ എല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. യൂണിവേഴ്സിൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ് തരാൻ യാതൊരു മടിയില്ല. പക്ഷേ അത് എല്ലാം നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഓക്കെ, നിങ്ങളെന്ന് പറയുന്ന ഒരാൾ പെർഫെക്റ്റ് ആണെന്ന് തോന്നിയാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് തരാൻ പറ്റുന്നത്. പെർഫെക്റ്റ് മീൻസ് നിങ്ങൾ ആൾ അടിപൊളിയാണ്, പാവമാണ്, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. മൈൻഡ് സെറ്റോട് കൂടി എല്ലാ സ്ട്രഗിൾസ് ആയിക്കോട്ടെ, നല്ലതായിക്കോട്ടെ, ഇത് ഇവന് ഡീൽ ചെയ്യാൻ പറ്റും, ഇവനിതിപ്പോൾ ഡീൽ ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇവൾക്ക് ഡീൽ ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉണ്ട്, അപ്പോൾ ഇവൾക്ക് ഒരുപാട് ബ്ലെസ്സിങ് കൊടുക്കുക എന്ന് തോന്നിയാൽ മാത്രമേ തരത്തുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ തരുന്നത്? അപ്പോൾ അതല്ലാണ്ട് ഇത് റിസീവ് ചെയ്യാനുള്ള എന്ത് ഒരു യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് അവിടെ വരുന്നത്. ഓക്കെ, സോ കുറേ പേർക്ക് അവിടെ ലൈഫിൽ ലെസൺസ് കിട്ടിയിട്ടുണ്ട്, പഠിച്ച ആൾക്കാരുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, വളരെ താമസിക്കാതെ തന്നെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് ഞാൻ. ബിക്കോസ് ഈ ഒരു വീഡിയോ കാണുന്ന മുഖ്യ ആൾക്കാർക്കും നെക്സ്റ്റ് ഒരു സ്റ്റേജിലേക്ക് പോകും. അത് നിങ്ങളുടെ വിധിപ്രകാരമാണ്. വിധിപ്രകാരം മീൻസ് നിങ്ങൾക്ക് അതിലേക്ക് കടക്കേണ്ടി വരും. കാരണം വേറൊന്നും കൊണ്ടല്ല, എത്രത്തോളം വേദന നിങ്ങൾ സഹിച്ചിട്ടുണ്ട്, എത്രത്തോളം സ്ട്രഗിള് നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ വളരെ നന്നായിട്ട് പോരാടി വന്ന ഒരാളാണ് നിങ്ങൾ.
സോ നിങ്ങൾക്ക് അതിനുള്ള ബ്ലെസ്സിങ്സ് ആണ് ദൈവം തരുന്നത്. ഈ തരുന്ന ബ്ലെസ്സിങ്സ് നിങ്ങളുടെ വിധിപ്രകാരം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ സൈഡിൽ തരുന്ന സമയത്ത് അതിനെ ബ്ലോക്ക് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, എന്നും പറഞ്ഞാൽ ആരെങ്കിലും വന്ന് ഇങ്ങനെ സംസാരിച്ചു എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല. നിങ്ങൾക്കിപ്പോൾ ആൾക്കാരെങ്ങനെയാണ്, അവരുടെ സംസാര രീതി എങ്ങനെയാണെന്നെല്ലാം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമല്ലോ. സോ അതനുസരിച്ച് മാത്രം കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യുക മുന്നോട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫർദർ മോർ ഏഞ്ചൽ മെസ്സേജ് ഉണ്ടോ നോക്കാം. സോ 3 ഏഞ്ചൽ മെസ്സേജ് നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ അനാവശ്യമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനാവശ്യമായിട്ട് നിങ്ങൾ ലൈഫിൽ ഓർത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് മാത്രമേ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് വരത്തുള്ളൂ. അതിവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. സോ കെയർഫുള്ളായിരിക്കുക, എല്ലാ കാര്യം അതുപോലെ ഡീൽ ചെയ്യുക. ഓക്കെ, താങ്ക് യു.